ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അച്ഛൻ്റെ ആണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വിചാരിച്ച പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ ഒന്നിനും സാധിക്കാത്ത ഒരു ആണ്ടത്തിലായിരുന്നു കേട്ടോ. ഇവിടെ ശ്രീകുട്ടന് വയ്യാണ്ടായി, പിന്നെ ചേട്ടനോട് ചേട്ടത്തിക്ക് വയ്യാണ്ടായി. അങ്ങനെ കുറേ കാര്യങ്ങളായ കാരണം കൊണ്ട് നമ്മൾ എല്ലാതും ക്യാൻസൽ ചെയ്തു. രാവിലെ തന്നെ ചേട്ടനും രണ്ട് ചേട്ടന്മാരും കൂടി പോയി ബലിയിട്ടു, നാത്തൂനും ഒരുമിച്ച് പോയി ബലിയിട്ടു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ബലിയിടാൻ പോണതല്ലേ, ഒരിക്കലൊക്കെ എടുക്കണതല്ലേ. ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ശ്രീവിടന് വയ്യാത്ത കാരണം കൊണ്ട് രണ്ട് ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ക്ലീനിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. തലേദിവസം നമ്മുടെ അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ആകെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇട്ട്, അച്ചാറൊക്കെ രാത്രി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാനൊന്നും നിൽക്കാനുള്ള സമയമൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇട്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ പതുക്കെ എഴുന്നേറ്റ് പാത്രങ്ങൾ കഴുകാനും പണികളും തുടങ്ങി. അങ്ങനെ ക്ലീനിങ് തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പാത്രം കഴുകി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ കുറേ ഒതുക്കം വരും കേട്ടോ വീട്. തുണി കഴുകലും പാത്രം കഴുകലും കഴിഞ്ഞാൽ തന്നെ ഒരുവിധമായില്ലോ. അപ്പോൾ ആദ്യത്തെ പരിപാടി പാത്രം കഴുകലായിരുന്നു. അങ്ങനെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകി, പിന്നെ നമ്മുടെ ഉരുളികളൊക്കെ കഴുകി അത് അങ്ങനെ വെച്ചു. സത്യം പറഞ്ഞാൽ കുറേ ഒരുമിച്ച് അച്ചാറിടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. എനിക്ക് പണി കുറയും. പക്ഷെ ഒരുമിച്ച് അച്ചാറിട്ട് ഇനി കുറച്ച് ദിവസം എങ്ങാനും ഇരിക്കേണ്ടി വന്നാൽ ഇനി കേടാവാറൊന്നും പതിവില്ല. എന്നാലും എല്ലാവർക്കും ഫ്രഷ് കിട്ടണമെന്നാണ് കുറേ ആൾക്കാരുടെയൊക്കെ ആഗ്രഹം. ചിലവർക്ക് പഴക്കം ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്നാലും എൻ്റെ അച്ചാർ അങ്ങനെ പഴക്കം ഉണ്ടാവില്ല കേട്ടോ. എന്താ വെച്ചാൽ കുറേശ്ശെ അല്ലേ ഇടുന്നത്, അത്ര കുറേശ്ശെയല്ല, എന്നാലും ഒരു 5 കിലോനൊക്കെ ആയിട്ടാണ് ഞാൻ ഇടാറ്. അങ്ങനെ കുറേ ഇത്തിരീശ അങ്ങനെ ഇടാറില്ല കേട്ടോ. 5 കിലോ എന്ന് പറയുന്നത് ഒരുവിധം വേഗമൊക്കെ കഴിയും, അധികം ദിവസമൊന്നും ഇരിക്കില്ല. അങ്ങനെ പാത്രം കഴുകലും ഉരുളി കഴുകലും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അച്ചാറിന് ഓർഡർ വേണ്ടവർ തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഏതൊക്കെ അച്ചാറുണ്ടെന്ന്. ഞാൻ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ചക്കവട്ട ഇതിൻ്റെ വീഡിയോ പറഞ്ഞിട്ട് എല്ലാവരും റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഓർഡർ അങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് നമ്മുടെ കെറ്റിലൊന്ന് ക്ലീൻ ചെയ്തതാണ്. അതുമ്പോൾ നിറയെ അഴുക്കായിരുന്നു. അപ്പോൾ ഇത്തിരി ബേക്കിംഗ് സോഡയും ഒരു തരി വിനാഗിരിയും കൂടി ഒഴിച്ച് തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം മാറ്റി അതന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി. അതിൻ്റെ ആ സ്റ്റീൽ പാത്രത്തുമ്മയൊക്കെ നിറയെ നമ്മുടെ വെള്ളം അധികം തെളിഞ്ഞതല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു കളറൊക്കെ പിടിച്ചേക്കാണ്. നമ്മൾ കുടിക്കാൻ എപ്പോഴും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരത്തൊക്കെ കാണിക്കാറില്ലേ, അതുപോലെ ഇതിലിപ്പോൾ കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കുമ്പോൾ ചിലപ്പോൾ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം പിടിക്കുക. അത് കാരണം കൊണ്ട് ആ കഴുക്കായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തേച്ച് കഴുകുന്ന നല്ല പുത്തൻ സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ അതിനെ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഇഡ്ഡലിക്ക് ആട്ടാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല, സമയവും മനസ്സും ഒന്നും ശരിയായിരുന്നുണ്ടായില്ല. അങ്ങനെ പറ്റാണ്ട് ഞാനത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തങ്ങനെ 2 ദിവസം ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ സ്മെല്ല് വരില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ആട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാത്രം കഴുകൽ ആദ്യം അടുക്കളന്ന് ഒതുക്കിയിട്ടാണ് ഞാൻ പാത്രം കഴുകാനായിട്ട് വന്നത്. അപ്പോഴല്ലേ വീഡിയോയിലല്ലെങ്കിൽ ആകെ അലങ്കോലല്ല ആവില്ലേ. അപ്പോൾ ആദ്യം അടുക്കളയൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങൾ കഴുകി ഇനി ഇഡ്ഡലിക്കൊക്കെ ആട്ടി വെച്ച് നന്നായിട്ട് ഉഴുന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ നല്ല ഇഡ്ഡലിയായിരുന്നു കേട്ടോ. ഉലുവയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉലുവ ഇടുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഉലുവ ഇടുമ്പോൾ ഇഡ്ഡലിക്ക് ഇത്തിരി കളറ് പോരാന്ന് കേട്ടോ. റാഗി ഇഡ്ഡലിയുടെ റെസിപ്പി പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് റാഗി നമ്മൾ വെള്ളത്തിലിടുക, 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന്, അങ്ങനെ ചെയ്താൽ മതി. അതുപോലെ ചെറുപയർ ദോശ ആകുമ്പോൾ ഞാൻ ചെയ്യണത് 1 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ചെറുപയറും കേട്ടോ. പിന്നെ അതിൽ വേണമെങ്കിൽ 1 2 പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഇത്തിരി കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ട് ചേർത്തരയ്ക്കുക കേട്ടോ. ചെറുപയർ ദോശയാകുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഐഡിയ എന്നേ. നമുക്ക് പലഹാരം ഉണ്ടാക്കുന്നത് എന്ത് കൂട്ടാൻ വയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഓരോ ഐഡിയകളാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ കഴിക്കണമെന്ന് നോക്കണം കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ ഇവിടെ പിള്ളേർക്ക് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീകുട്ടൻ ഇപ്പോൾ പറ്റണില്ല കേട്ടോ അങ്ങനെ ഫുഡ് അങ്ങനെ അധികം കഴിക്കാനൊന്നും. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അത് ഒതുക്കി. ഇനി അടുക്കളയൊന്ന് തേച്ച് കഴുകണം. അതിനിടയ്ക്ക് ചോറ് ഞാൻ വൈകുന്നേരം ആയില്ലോ, അപ്പോൾ അതൊന്ന് വേഗം വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു വെച്ചു കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ആക്കിയാടോ എൻ്റെ മുഖമൊന്നും കണ്ടിട്ട് വല്ലാത്തൊരു ഇതുണ്ട് അല്ലേ, മനസ്സത്ര സുഖമില്ല എനിക്ക്. പിന്നെ ഈ പണിയൊക്കെ ചെയ്യേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് എൻഗേജ്ഡ് ആയിരിക്കാൻ തന്നെയാണ് എനിക്ക്. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ വരും. ഇത്തിരി ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ.
പിന്നെ എന്താണ് ടെൻഷൻ, എന്താണ് കാര്യങ്ങളെന്ന് കൂടുതൽ പറയാത്തത് ഞാൻ പറഞ്ഞല്ലോ, മക്കളൊക്കെ വലുതായില്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ല. ഞാൻ അവരുടെ പേഴ്സണൽ വല്ലാണ്ടുള്ള കാര്യങ്ങൾ ഇതിലങ്ങനെ ഉൾപ്പെടുത്താറില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ വീഡിയോസും റീച്ചും ഒക്കെ കൂട്ടാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞ കാര്യങ്ങളൊക്കെ ഇടാന്ന് വെച്ചാൽ എന്താ പറയുക, നല്ല മില്യൺ വ്യൂസ് അടിക്കാം. അത് എല്ലാവരുടെ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അതും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അത് വലിയ പെരുപ്പിച്ച് കാണിച്ചാൽ നമുക്ക് ചാനലിലൊക്കെ നല്ല വ്യൂസ് കിട്ടും. പക്ഷേ എനിക്കതിനോട് താല്പര്യമില്ല. നമുക്ക് നമ്മുടെ അഭിമാനം എന്നെ സംബന്ധിച്ചിട്ടാണ്, എനിക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ കുറേ കാര്യങ്ങൾ, കുറച്ചൊക്കെ ഒരു എന്തെന്നപ്പോൾ പറയുക അറിയില്ല, പോട്ടെ. അത് പറഞ്ഞങ്ങോട്ട് കാട് കയറിയില്ല. അതിനിടയ്ക്ക് ഇതാ ഫ്രിഡ്ജിൻ്റെ മോൾ ഭാഗം തുടച്ച് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നാലും അത് പകുതിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കൂടുതലൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റണത്. പിന്നെ എഗ്ഗിൻ്റെ പാത്രം, പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ചു. എന്നുവെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു തുള്ളി വെള്ളം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാസ്ക്കറ്റൊക്കെ അടച്ചിട്ടു. അപ്പോൾ ശ്രീകുട്ടൻ ട്യൂഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു സെൻറ്ററിലേക്ക്. അപ്പോൾ അവൻ വന്നു തിരിച്ച്. അപ്പോൾ ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു കുട്ടികൾക്ക് എക്സാമൊക്കെ ഇട്ടൊക്കെയാണ്. പിറ്റേ ദിവസം അവനൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നേരത്തെ ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എക്സാം ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പം ഞാൻ പിന്നെ അവിടെ അടിച്ചുവാരി തുടയ്ക്കാനൊന്നും അങ്ങനെ നിന്നില്ല. താഴത്ത് അടുക്കളയൊക്കെ തന്നെ തുടച്ചുള്ളൂ. പിന്നെ വന്ന് മുറ്റമൊക്കെ അടിച്ച് അങ്ങനെ അത്യാവശ്യം ഒതുങ്ങിയിട്ടോ വീടൊന്ന്. ഒരു അച്ചാറുണ്ടാക്കണ പരിപാടി കഴിഞ്ഞാൽ വീടാകെ അലങ്കോലാവും, അലക്കാനും അതും ഇതൊക്കെ നിറയും. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒതുക്കി കഴിയുമ്പോൾ നമ്മളെ വീണ്ടും അച്ചാറിൻ്റെ ഓർഡർ കിട്ടും. അങ്ങനെ ഒരു ലെവലിലാണ് നമ്മുടെ അച്ചാറിൻ്റെ ഓർഡറുകൾ അങ്ങനെ പോണത് കേട്ടോ. ഓർഡറുകൾ കിട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷേ കിട്ടുന്നതിൻ്റെ പിന്നാലെ വീണ്ടും സ്റ്റോക്ക് ആക്കി റീസ്റ്റോക്ക് ആക്കണ്ടേ, അങ്ങനെ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അതെ ഉമ്മറൊക്കെ ഒന്ന് തുടച്ചിട്ടു. മോൾ ഭാഗം തുടയ്ക്കാൻ പോയില്ല. പിന്നെ തുണികൾ കഴുകാനും, പിന്നെ ഈ തുണികൾ കഴുകുന്നത് വലിയൊരു പണിയൊന്നുമല്ല. പക്ഷേ ഈ കളർ ഇളകാത്തതും അങ്ങനെയൊക്കെ ഒന്ന് മാറ്റണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളത് ഞാൻ അപ്പം തന്നെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അകത്തൊക്കെ ജോലി ചെയ്യണതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തുണികളൊക്കെ പറക്കി മുറ്റത്തേക്ക് വന്ന് അതൊക്കെ അലക്കൽ കഴിഞ്ഞതാ ഇവിടെയാണ് വെള്ളം വാലാത്ത തുണികളൊക്കെ ഇട്ടത്, മെഷീനിലിട്ടത്. പിന്നെ അത് അങ്ങനെ നല്ല സന്ധ്യയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. പിന്നെ ഒന്ന് വിളക്ക് വെച്ചു. വിളക്ക് വെക്കലൊന്നും ഇപ്പോൾ ഭയങ്കര കുറവാണ്. കാരണം ഞാൻ വരുമ്പോഴേക്കും 7:30-8 മണിയാവും. ആദ്യത്തിനും ഇപ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു സമയത്ത്. അപ്പോൾ പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും എനിക്ക് പറ്റുമല്ലോ, എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊന്ന് ഗുരുവായൂരപ്പന് വിളക്കൊക്കെ വെച്ചൊന്ന് തൊഴുതു. അമ്പലത്തിൽ പോകാനുള്ള എന്തോ ഒരു മാനസികാവസ്ഥ എനിക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം എഴുന്നേറ്റ് ചെറുപയറാണ് ഇന്നത്തെ കറി. പിന്നെ ചോറ് വെച്ചു. ചെറുപയർ നമുക്ക് വേണ്ടിയിട്ടല്ല, ശ്രീകുട്ടന് വേണ്ടിയിട്ടാണ് ചെറുപയർ വേവിച്ചത് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഇഡ്ഡലി, സാമ്പാർ, പിന്നെന്താ ചോറ്, പിന്നെ ആദ്യത്തിനൊന്ന് ശ്രീകുട്ടനൊന്ന് മോര് കാച്ചണം, പുളിയില്ലാത്ത മോരിന്ന് കാച്ചണം. ഒട്ടും തൈര് ഒരു വെണ്ണയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കടഞ്ഞെടുത്ത് അങ്ങനെ നല്ലോണം വെണ്ണയൊക്കെ കിട്ടിയിട്ടോ. അതും ഒന്ന് കാച്ചി അവിയിലൊക്കെ വെച്ചു. അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പേരക്കായ ഉണ്ടായിട്ടോ. നമ്മൾ മണ്ണുത്തിൽ പോയി കൊണ്ടുവന്നത് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? അങ്ങനെ നല്ല ഓവർ മധുരമൊന്നുമില്ല, പക്ഷേ ഉള്ളിൽ നല്ല റോസ് കളറ്, ചെറിയ മധുരം തന്നെയുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങളത് മുറിച്ചൊക്കെ കഴിച്ചു. വേറൊരു പേരത്തൈയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അത് കുഞ്ഞ് പേരയ്ക്ക, നല്ല മധുരമുള്ളത്, ഭയങ്കര കുഞ്ഞ് കുപ്പിക്കായയുടെ ഒക്കെ പോലത്തെ. പക്ഷെ ആ പേരക്കായ തൈ പിടിച്ചില്ല കേട്ടോ, അത് പോയി. പിന്നെ ചിക്കു വെച്ചിട്ടുണ്ട്. ചിക്കു 2-3 ഒക്കെ ഉണ്ടായി, അതങ്ങനെ കൊഴിഞ്ഞു പോയി കേട്ടോ. അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ. ഇനി ചിക്കൊക്കെ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് പ്രത്യേകിച്ച് വല്ല വളം ഇടണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ മുട്ടത്തോടൊക്കെ ഇട്ടാൽ മതിയാവും. പിന്നെ 100,000 പ്രശ്നങ്ങളാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ നമ്മുടെ മീൽ പ്രപ്പൊക്കെ എങ്ങോ പോയി മറിഞ്ഞു അല്ലേ. എനിക്ക് എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും, ചിലതൊന്നും നടക്കില്ല. അങ്ങനെ മീൽ പ്രപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറേശ്ശൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ മാത്രമുള്ളത് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഞാനും ശ്രീകുട്ടനും ഒന്ന് വടക്കുന്നതല്ലേ പോവുകയാണ്. ശ്രീകുട്ടൻ കുറേ ദിവസമായി പറയണത് അമ്മയുടെ കൂടെ ഒന്ന് വടക്കുന്നതിലേക്ക് പോകണമെന്ന്. അങ്ങനെ ഞാനും ശ്രീകുട്ടനും വടക്കുന്നതിലേക്ക് ഒന്ന് പോയി തൊഴുത് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ മുഖമൊക്കെ നല്ല വേർത്തൊരു പരുവായിട്ടുണ്ട്. ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ വടക്കുന്നതിൽ. എന്ന് വെച്ചാൽ 17-ാം തീയതി ആനയൂട്ടല്ലേ.
അതിൻ്റെ അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ കുറേ ടൂറിസ്റ്റുകാരൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു, ഒക്കെ ഹിന്ദിക്കാരാണ്. അപ്പോൾ അത് കാരണം അത്യാവശ്യം ഒന്ന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തൊഴുതൊക്കെ തിരിച്ചു പോന്നു. പിന്നെ കുറേ നേരം ഞാൻ അവിടെ കിടന്നു കേട്ടോ. തലേദിവസം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വലിയൊരു ജോലിയൊന്നും ഉണ്ടായില്ല. മുറ്റത്തിറങ്ങി പണിയെടുക്കാനൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അതിനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാനും ചേട്ടൻ ഇതാ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു വെള്ള പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് പറയാം, അതൊരു തൈ നമ്മുടെ പറമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൂക്കളുണ്ടായി നിൽക്കില്ലേ, കാണാനൊരു ഭംഗിയാണ്. പുല്ലിൻ്റെ ഇടയിലായാലും ഇപ്പോൾ പുല്ല് പറിക്കാനൊന്നും അത്രയ്ക്ക് നന്നായിട്ട് പറ്റണില്ല, എന്നാലും പോട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടുകാരോട്, ചെമ്മീൻ പൊടിയുണ്ട്, അതുപോലെ തന്നെ ചക്ക വരട്ടിയതുണ്ട്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കൂട്ടുകാർ ഓർഡർ ചെയ്യാം. പിന്നെ ബാക്കിയല്ല അതും നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതൊക്കെ തന്നെ കേട്ടോ. മീനും ബീഫും ലെമൺ ഡേറ്റ്സും ലെമണും മാങ്ങയും അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുക. ഈ ഒരു ടൈം എന്ന് പറയുന്നത് എല്ലാവരും ഹോസ്റ്റലിലും ദുബായിലേക്കും അവിടേക്കൊക്കെ പോകുന്ന ഒരു ടൈമാണെന്നാണ്. നന്നായിട്ട് നമുക്ക് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. എന്നെ ഹെൽപ്പ് ചെയ്യണേൽ മേടിക്കണവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. നമുക്കൊരു സൈഡ് അങ്ങനെ കിട്ടുമ്പോൾ അതൊരു ആശ്വാസമാണ്. നമുക്ക് എത്രയായാലും ഒരു സൈഡ് ഇൻകം എന്ന് പറയുന്നത് നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ. ചക്ക വരട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയാണ് ചക്ക വരട്ടിയത് പറഞ്ഞത്. അപ്പോൾ വേണ്ടവർ ഒന്ന് ഓർഡർ ചെയ്യുക. റേറ്റാണ് ചോദിച്ചിട്ടുള്ളത്, മിക്കവരും ഓർഡർ തന്നിട്ടില്ല. അപ്പോൾ ഓർഡർ തരാൻ മറക്കരുത്. ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയണത്. കൂട്ടുകാർ നല്ല രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കണം. പിന്നെ വീഡിയോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് എഴുതുക. ഒന്നും മറന്നു പോകരുത്. കമൻറ്റിനൊക്കെ റിപ്ലൈ തരാം കേട്ടോ.